എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനു ശേഷം ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ക്ലാസ് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കാം. 2026 ഫെബ്രുവരി മാസത്തെ പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി 9ാം തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയ കേന്ദ്ര ധനമന്ത്രിയാണ് ആരാണ്? നിർമ്മല സീതാരാമനാണ്. നിർമ്മല സീതാരാമനാണ്. നമുക്കറിയാം എന്താണ് 2026 ഫെബ്രുവരി 1-നായിരുന്നു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത്. 2026 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് പഠിച്ചു വെച്ചോണേ. സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി 9ാം തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച് റെക്കോർഡ് നേടിയ കേന്ദ്ര ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 27 വർഷത്തിന് ശേഷം ഒരു ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്ന പ്രത്യേകതയും ഈ വർഷത്തിനുണ്ട് കേട്ടോ. അപ്പൊ 2026 ഫെബ്രുവരി മാസം 1-ാം തീയതി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് 2026 പ്രത്യേകത എന്താണ്? 27 വർഷത്തിന് ശേഷം ഒരു ഞായറാഴ്ച അവതരിപ്പിച്ച ഞായറാഴ്ച ബജറ്റ് കൂടിയായിരുന്നു ഈ വർഷത്തെ കേന്ദ്ര ബജറ്റ് കേട്ടോ. അപ്പൊ 27 വർഷത്തിന് ശേഷമാണ്. അപ്പൊ 27 വർഷത്തിന് മുമ്പ് ആരാണ് അവതരിപ്പിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1999 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയാണ് അന്ന് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചു കേട്ടോ. അപ്പം 1999 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് 1999 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയായിരുന്നു അന്ന് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിച്ചത്. അതിനുശേഷം 27 വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു ഞായറാഴ്ച ദിവസം ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന പ്രത്യേകത ഈ 2026 കേന്ദ്ര ബജറ്റിന് ഉണ്ട് കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. ജെൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖലയാണ് മീറ്റ് പോയിന്റ് കേട്ടോ. മീറ്റ് പോയിന്റ് പഠിച്ചു വെക്കണേ. ജെൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖലയാണ് മീറ്റ് പോയിന്റ്. എന്താണ് ഈ മീറ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ബ്രോസ്റ്റഡ് ചിക്കൻ നഗറ്റ്സ്, കബാബ്, മോമോസ് തുടങ്ങിയ വിഭവങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുക എന്നതാണ് മീറ്റ് പോയിന്റിന്റെ ലക്ഷ്യം. നമുക്കറിയാം എന്താണ് ജെൻസി തലമുറകൾ കൂടുതലും ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ എല്ലാം പോകുന്നത്. ജെൻസി തലമുറകൾ കൂടുതലും അപ്പം അവരെന്താണ് അവരുടെ ഭാഷയിൽ പറയുമ്പോൾ എന്താണ് മീറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയല്ലേ അവർ പറയുന്നത്. മീറ്റ് ചെയ്യാം, ഡേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. മീറ്റ് ചെയ്യാം എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ അവർക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് കുടുംബശ്രീ ഒരുക്കി വെക്കുന്നത്. അതാണ് കുടുംബശ്രീയുടെ ഭക്ഷണ ശൃംഖല. അവിടെ എന്തൊക്കെയായിരിക്കും അവർക്ക് ജെൻസി തലമുറകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഫുഡ് കഴിക്കാനായിരിക്കും താല്പര്യം? റോസ്റ്റഡ് ചിക്കൻ നഗറ്റ്സ്, കബാബ്, മോമോസ് തുടങ്ങിയ വിഭവങ്ങൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നതാണ് മീറ്റ് പോയിന്റിന്റെ ലക്ഷ്യം. അപ്പൊ ഒന്നുകൂടെ പറയാം. ജെൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ശൃംഖലയാണ് മീറ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കാം. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാരാണ്? സുനേന്ദ്ര പവാർ കേട്ടോ. സുനേന്ദ്ര പവാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായ ഈ സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാരാണ്? സുനേത്ര പവാർ. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് എലേന റിബാക്കിനെയാണ് കേട്ടോ. എലേന റിബാക്കിനെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരമാണ് എലേന. പഠിച്ചു നോക്കണം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? എലേന റിബാക്കിന. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടുന്ന ആദ്യ കസാഖിസ്ഥാൻ താരം കൂടിയാണ് എലേന. അപ്പോൾ പഠിച്ചു നോക്കണം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ് ആണ് കേട്ടോ. കാർലോസ് അൽക്കാരസ് ആണ്. അപ്പൊ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് എലേന റബാക്കിനെയും 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കാർലോസ് അൽക്കാരസുമാണ്. അടുത്ത പോയിന്റ്. കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതാണ്? കടലാക്രമണമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ കേരള സർക്കാർ അടുത്തിടെ സവിശേഷ ദുരന്തമായി അഥവാ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററായി പ്രഖ്യാപിച്ച പ്രകൃതി പ്രതിഭാസം ഏതാണ്? കടലാക്രമണമാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നാടൻ കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന്
ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനുള്ള വനം വകുപ്പിന്റെ നടപടിയാണ് മിഷൻ ബോണറ്റ് മക്കാക്കയാണ്. മിഷൻ ബോണറ്റ് മക്കാക്ക. അപ്പൊ ഒന്നുകൂടെ പറയാം, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നാടൻ കുരങ്ങുകളുടെ സാന്നിധ്യം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരം കാണുന്നതിനുള്ള വനം വകുപ്പിന്റെ നടപടിയാണ് മിഷൻ ബോണറ്റ് മക്കാക്ക. അടുത്ത പോയിന്റ്, അർബുദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബയോ ഫാർമ ശക്തി. കേട്ടോ, പഠിച്ചു നോക്കണേ. അർബുദം അഥവാ ക്യാൻസർ ആണ്. അർബുദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ബയോ ഫാർമ ശക്തി. ബയോ ഫാർമ ശക്തി. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭാവന നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കാർഷിക വിഭവ ലഭ്യതയ്ക്ക് ഓൺലൈൻ സംയോജിത സംവിധാനം ഏതാണ്? ഭാരത് വിസ്താർ ആണ്. കേട്ടോ, കാർഷിക വിഭവ ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള ഓൺലൈൻ സംയോജിത സംവിധാനമാണ് ഭാരത് വിസ്താർ. ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം നൽകുന്ന പരിശീലന പദ്ധതി ഏതാണ്? ദിവ്യാംഗ് കൗശൽ യോജന. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചാണ്. ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം നൽകുന്ന പരിശീലന പദ്ധതിയാണ് ദിവ്യാംഗ് കൗശൽ യോജന. കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് ഖേലോ ഇന്ത്യ മിഷൻ. ഖേലോ ഇന്ത്യ മിഷൻ. കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര ബജറ്റിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് ഖേലോ ഇന്ത്യ മിഷൻ. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കായി സ്ഥാപിക്കാൻ പോകുന്ന സൗകര്യം എന്താണ്? വനിതാ ഹോസ്റ്റലാണ്. കേട്ടോ, ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അപ്പൊ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കായി സ്ഥാപിക്കാൻ പോകുന്ന സൗകര്യം എന്താണ്? വനിതാ ഹോസ്റ്റലാണ്. തായ്ലൻഡ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? ദേവിക സിഹാഗ് ആണ്. കേട്ടോ, ദേവിക സിഹാഗ് ആണ്. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? തായ്ലൻഡ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ദേവിക സിഹാഗ് ആണ്. പി വി സിന്ധുവിനെയും അതുപോലെ തന്നെ സൈന നെഹ്വാളിനെയും ശേഷം സൂപ്പർ 300 കിരീടം നേടുന്ന 3ാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ദേവിക സിഹാഗ്. അടുത്ത പോയിന്റ്, ഭൗമശാസ്ത്ര രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫേർഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാരാണ്? വീരഭദ്രൻ രാമനാഥൻ. അപ്പൊ ഒന്നുകൂടെ പറയാം, ഭൗമശാസ്ത്ര രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫേർഡ് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാരാണ്? വീരഭദ്രൻ രാമനാഥൻ. മുത്തൂറ്റ് മെർക്കന്റൈൽ ലിമിറ്റഡിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് കരീന കപൂർ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഫുൾ വിഫോസ് സിയാമെൻസിസ് ഫംഗസിനെ കണ്ടെത്തിയത് എവിടെയാണ്? ഗവൺമെന്റ് വനിതാ കോളേജ് തിരുവനന്തപുരത്ത് നിന്നാണ്. ഗവൺമെന്റ് വനിതാ കോളേജ് തിരുവനന്തപുരം. ഈ ഫംഗസുകൾ മരങ്ങൾ ചീഞ്ഞു പോകാൻ കാരണമാകുന്നു. കേട്ടോ, പഠിച്ചു നോക്കണേ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഫുൾ വിഫോസ് സിയാമെൻസിസ് എന്ന് പറഞ്ഞ ഫംഗസിനെ കണ്ടെത്തിയത് എവിടെയാണ്? ഗവൺമെന്റ് വനിതാ കോളേജ് തിരുവനന്തപുരം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന നിലവിലെ തീരുവ എത്രയാണ്? 18%. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന നിലവിലെ തീരുവ 18%. 68ാമത് ഗ്രാമി പുരസ്കാരം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവാരാണ്? ദലൈലാമയാണ്. കേട്ടോ, 68ാമത് ഗ്രാമി പുരസ്കാരം നേടിയ ടിബറ്റൻ ആത്മീയ നേതാവാരാണ്? ദലൈലാമയാണ്. അടുത്ത പോയിന്റ്, യാത്രാഗതാഗതത്തിനായി ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. യാത്രാഗതാഗതത്തിനായി ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് നടത്തുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതിയുടെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത്? 41%. 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതിയുടെ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത്? 41%. ഏത് പ്രധാന സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് റിസർവ് ബാങ്ക് 100 രൂപയുടെ കളർ കോയിൻ പുറത്തിറക്കിയത്? റെയിൽവേ ഇലക്ട്രിഫിക്കേഷന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ്. പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും.
എന്താണ്? ഏത് പ്രധാന സംഭവത്തിന്റെ ഓർമ്മയ്ക്കായാണ് റിസർവ് ബാങ്ക് 100 രൂപയുടെ കളർ കോയിൻ പുറത്തിറക്കിയത്? റെയിൽവേ ഇലക്ട്രിഫിക്കേഷന്റെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ചാണ്. ഇന്ത്യയിൽ പുതിയതായി പ്രഖ്യാപിച്ച 7 അതിവേഗ പാതകളിൽ സർവീസ് നടത്തുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ പരമാവധി വേഗത എത്രയാണെന്ന്? 350 km/h ആണ്. 350 km/മണിക്കൂർ ഓടുന്ന ട്രെയിൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഇന്ത്യയിൽ പുതിയതായി പ്രഖ്യാപിച്ച 7 അതിവേഗ പാതകളിൽ സർവീസ് നടത്തുന്ന ബുള്ളറ്റ് ട്രെയിനുകളുടെ പരമാവധി വേഗത എത്രയാണ്? 350 km/h ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ്. മുംബൈ ടു അഹമ്മദാബാദ്. അടുത്ത പോയിന്റ്, ISRO ദൗത്യങ്ങളിലെ തുടർ പരാജയങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായതാരാണ്? അജിത് ഡോവലാണ് കേട്ടോ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലാണ്. നമുക്കറിയാം ഈ ഒരു അജിത് ഡോവല് കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി മാസം നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തിയിരുന്നു. മാർക്കറ്റിലൊക്കെ പോയതൊക്കെ നമ്മൾ ഫേസ്ബുക്കിലായിക്കോട്ടെ സോഷ്യൽ മീഡിയാസിലും മാധ്യമത്തിലും ഒക്കെ കണ്ടതാണല്ലോ. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് അദ്ദേഹം വന്നപ്പം പർച്ചേസിനൊക്കെ വന്നതാണ്. അപ്പം പഠിച്ചു നോക്കണേ. ISRO ദൗത്യങ്ങളിലെ തുടർ പരാജയങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായതാരാണ്? അജിത് ഡോവൽ. അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനുള്ള നിയോഫൈറ്റ് ID പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. അപ്പൊ എന്താണ്? അധിനിവേശ സസ്യങ്ങളെ കണ്ടെത്തുന്നതിനുള്ള നിയോഫൈറ്റ് ID പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. പ്രസവാവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് നിരീക്ഷിച്ച കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. പ്രസവാവധി ഒരു സ്ത്രീയുടെ മൗലിക അവകാശമാണെന്ന് നിരീക്ഷിച്ച കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. കേരള സർക്കാരിന്റെ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2024-25 ലഭിച്ചതാർക്കാണ്? മലയിൻകീഴ് ഗോപാലകൃഷ്ണനാണ്. മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ. ഒന്നുകൂടെ പറയാം. കേരള സർക്കാരിന്റെ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2024-25 ലഭിച്ചതാർക്കാണ്? മലയൻകീഴ് ഗോപാലകൃഷ്ണനാണ്. 2026 ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? ഇഷ സിംഗ് ആണ് കേട്ടോ. ഇഷ സിംഗ് ആണ്. 2026 ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? ഇഷ സിംഗ് ആണ്. ഇഷ സിംഗ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി അംഗത്വമെടുത്ത ബ്രിക്സ് കൂട്ടായ്മയിലെ പുതിയ സംവിധാനം എന്താണ്? ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പിറ്റൻസ് ആണ് കേട്ടോ. BCIC എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യ അടുത്തിടെ ഔദ്യോഗികമായി അംഗത്വമെടുത്ത ബ്രിക്സ് കൂട്ടായ്മയുടെ പുതിയ സംവിധാനം എന്താണ്? ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പിറ്റൻസീസ് ആണ്. BCIC എന്ന് പറയപ്പെടും. സംസ്ഥാനത്തുടനീളമുള്ള ഭൂമി സ്വത്ത് ഇടപാടുകൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് പ്രോപ്പർട്ടി മ്യൂട്ടേഷൻ സിസ്റ്റം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കർണാടക. സുപ്രീം കോടതിയിൽ ആദ്യമായി നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ് കേട്ടോ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണല്ലോ. മമതാ ബാനർജി എന്താണ് SIR-ുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവരൊരു വക്കീൽ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി സുപ്രീം കോടതിയിൽ പോയി ഇലക്ഷൻ കമ്മീഷനെതിരെയൊക്കെ വാദിച്ചതാണ് കേട്ടോ. അപ്പൊ സുപ്രീം കോടതിയിൽ ആദ്യമായി നേരിട്ടെത്തി വാദിച്ച മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജിയാണ് നിലവിലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി. കാരണം എന്തായിരുന്നു? സമഗ്ര വോട്ടർ പട്ടിക അഥവാ SIR പരിഷ്കരണത്തിന്റെ പേരിൽ ബംഗാളിലെ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി സുപ്രീം കോടതിയിൽ നേരിട്ട് വാദിച്ച് മമത. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ KIOTT, KIOTT. അപ്പൊ പഠിച്ചു നോക്കണേ, രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അതിന്റെ ഫുൾ ഫോം ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ്. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? മോട്ടു എന്ന ആനക്കുട്ടിയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? മോട്ടു എന്ന ആനക്കുട്ടി. 2025 ദേശീയ തലത്തിൽ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ഇരിട്ടിയാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ്. 2025 ദേശീയ തലത്തിൽ മികച്ച 10 സ്റ്റേഷനുകളിൽ ഒന്നായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷനാണ് ഇരിട്ടി.
കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോസിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കേട്ടോ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോസിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. 2026 9 കോടിയുടെ അഥവാ $1 മില്യൺ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപിക ആരാണ്? റൂബിൾ നാഗിയാണ് കേട്ടോ. റൂബിൾ നാഗിയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാമേ, ഇന്ത്യക്കാരെയാണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു വെക്കുക. 2026 9 കോടിയുടെ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ ഇന്ത്യൻ അധ്യാപിക ആരാണ്? റൂബിൾ നാഗിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കറിയാം എന്താണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകൾ വരുവാണ്. അതുപോലെ തന്നെ എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ് പരീക്ഷകളും മെയിൻസും വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ഫോഴ്സ് എക്സാംസ് ആയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ, സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ തുടങ്ങിയ നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അപ്പം ഈ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് വേണ്ടി ഈ പരീക്ഷകളിലെല്ലാം 20ഉം 10 മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ് വരുന്നത്. കറണ്ട് അഫയേഴ്സ് ഡെയിലി ക്ലാസ് ആയിരിക്കും വരുന്നത്. 1 hour ക്ലാസ് ആയിരിക്കും വരുന്നത്. ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡഡ് സെക്ഷൻ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ എല്ലാം PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, വീക്കിലി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ആയിരിക്കും വരുന്നത്. വെറും 6 മാസമായിരിക്കും ഈ കോഴ്സിന്റെ വാലിഡിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ഒരു ബിരിയാണി മേടിച്ച് കഴിഞ്ഞാൽ കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ആ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് സെറ്റാക്കാം. മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യത്തക്ക രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഡെയിലി ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസോട് തന്നെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോകാം. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമ്മൾ ചില കോഡുകളൊക്കെ വെച്ച് ഡെയിലി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയിൽ ഇരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇനി കറണ്ട് അഫയേഴ്സിന് വേണ്ടി വേറെ എങ്ങും തേടി പോയി അലയേണ്ട ആവശ്യമില്ല. ഡെയിലി 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം. അപ്പം ഇനി വരുന്ന പരീക്ഷകളിൽ 20ഉം 10 മാർക്കുകളാണ്. ആ മാർക്ക് മുഴുവനും നിങ്ങൾക്ക് ലഭിച്ച് ഉയർന്ന റാങ്കുകൾ നേടാൻ നമ്മുടെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് എന്താണ് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക. ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരപ്രദമാകുന്നത്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഡെയിലി ക്ലാസ് ഉണ്ട്, ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. അതുപോലെ തന്നെ PDF നോട്ട്സ്, വീക്കിലി മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാരും മാക്സിമം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് തന്നെയാണ് ഇത് ഉപകാരപ്രദമാവുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. 2025 വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ അഥവാ SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലമാണ് കുട്ടനാട് മണ്ഡലം കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. 2025 വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയുടെ നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? കുട്ടനാട് മണ്ഡലമാണ്. അടുത്ത പോയിന്റ്, റോഡ് അപകടങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും അപകട സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനുമായി കേരള പോലീസ് പുറത്തിറക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നത് ആരാണ്? സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്, SCRB ആണ്. ഒന്നുകൂടെ പറയാം, റോഡ് അപകടങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും അപകട സാധ്യത മുൻകൂട്ടി പ്രവചിക്കാനും കേരള പോലീസ് പുറത്തിറക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന ആരാണ്? സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ്. അടുത്ത പോയിന്റ്, ദേശീയ പാതകളിലെ കാൽനട യാത്രക്കാരുടെ പരാതികൾ സ്വീകരിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സജ്ജമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് രാജ് മാർഗ് യാത്ര കേട്ടോ. അപ്പൊ ദേശീയ പാതകളിലെ കാൽനട യാത്രക്കാരുടെ പരാതികൾ സ്വീകരിക്കുന്നതിനായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ സജ്ജമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് രാജ് മാർഗ് യാത്ര. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ മാക്സിമം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമെട്രിക് ഇന്റലിജൻസ് റോബോട്ടായ മോയയെ വികസിപ്പിച്ച രാജ്യം ചൈനയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമെട്രിക് ഇന്റലിജൻസ് റോബോട്ടായ മോയയെ വികസിപ്പിച്ച രാജ്യം ചൈന. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകർക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ജീവനം. ഒന്നുകൂടെ പറയാം, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൃഗസംരക്ഷണ മേഖലയിലെ വനിതാ കർഷകർക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ജീവനം. നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ജപ്പാൻ. അടുത്തിടെ
അടുത്തിടെ നിപ്പ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ച രാജ്യം ജപ്പാൻ. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നടത്തുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി അകറ്റാൻ പ്രധാനമന്ത്രി നടത്തുന്ന പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ലാർ ഫെസ്റ്റിവൽ 2026 വേദി തിരുവനന്തപുരമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ലാർ ഫെസ്റ്റിവൽ 2026 വേദി തിരുവനന്തപുരം. അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ നിയോജക മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണേ. അന്താരാഷ്ട്ര ഉത്തരവാദിത്ത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ നിയോജക മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് ആശ്വാസമായി RBI പ്രഖ്യാപിച്ച പുതിയ നഷ്ടപരിഹാര പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പരമാവധി തുക 25,000 രൂപയാണ്. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് ഇരയാകുന്നവർക്ക് ആശ്വാസമായി RBI പ്രഖ്യാപിച്ച പുതിയ നഷ്ടപരിഹാര പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്ന പരമാവധി തുക എത്രയാണ്? 25,000 രൂപയാണ്. സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് കേട്ടോ. അപ്പൊ സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI സംവിധാനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന രാജ്യം മലേഷ്യയാണ് കേട്ടോ. അപ്പൊ അടുത്തിടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള UPI സംവിധാനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന രാജ്യം മലേഷ്യയാണ്. അടുത്തിടെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 3 കേട്ടോ. അഗ്നി 3 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ 2026 ICC അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ 6ാമത്തെ കിരീടമാണ് കേട്ടോ. ഇന്ത്യയുടെ 6ാമത്തെ അണ്ടർ-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം കൂടിയാണ്. വേദി സിംബാബ്വെ നമീബിയയാണ് കേട്ടോ. വേദി സിംബാബ്വെ നമീബിയയാണ്. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? ലിറ്റ്സിയ പുലിമലയാന, അതുപോലെ തന്നെ ലിറ്റ്സിയ ഇടുക്കിയാന. നമുക്കറിയാം ഈ മീശപ്പുലിമല എവിടെയാണ്? ഇടുക്കിയിലല്ലേ വരുന്നത്. അപ്പൊ അതേ കണക്ട് ചെയ്ത് തന്നെയായിരിക്കും ഈ ഒരു സസ്യങ്ങൾക്ക് പേര് നൽകിയതും. പഠിച്ചു നോക്കുക. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും പുതുതായി കണ്ടെത്തിയ സസ്യവർഗ്ഗങ്ങളാണ് ലിറ്റ്സിയ മീശപ്പുലിമലയാന, അതുപോലെ തന്നെ ലിറ്റ്സിയ ഇടുക്കിയാന. 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കപ്പിന്റെ വിജയികൾ ആരാണ്? സർവീസസ് ആണ്. 79ാമത് സന്തോഷ് ട്രോഫി വിജയികൾ ആരാണ്? സർവീസസ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും ലോകമെമ്പാടുമുള്ള മലയാളി അക്കാദമിക് വിദഗ്ധരുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കോളർ കണക്ട് കേട്ടോ. സ്കോളർ കണക്ട് ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാർത്ഥികളെയും ലോകമെമ്പാടുമുള്ള മലയാളി അക്കാദമിക് വിദഗ്ധരുമായി ബന്ധിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്കോളർ കണക്ട്. സ്കോളർ കണക്ട്. കേരളത്തിൽ ആദ്യമായി കാഴ്ച വൈകല്യമുള്ള ജഡ്ജി ആയതാരാണ്? സനൈ നാഥനാണ് കേട്ടോ. പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു നോക്കണേ. കേരളത്തിൽ ആദ്യമായി കാഴ്ച വൈകല്യമുള്ള ജഡ്ജി ആയതാരാണ്? തന്യനാഥനാണ് കേട്ടോ. തന്യനാഥനാണ്. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് ഭാരത് ടാക്സി. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണ്? ഭാരത് ടാക്സിയാണ്. ബജറ്റ് സമ്മേളനത്തിന് സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ബജറ്റ് സമ്മേളനത്തില് സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2026 സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 2026 സാഫ് അണ്ടർ-19 വനിതാ ഫുട്ബോൾ കപ്പ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. പോർച്ചുഗൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ മിതവാദിയായ സോഷ്യലിസ്റ്റ് നേതാവാരാണ്? അന്റോണിയോ ഒസേഗോറോ ആണ് കേട്ടോ. പഠിച്ചോക്കണേ. അടുത്തിടെ പോർച്ചുഗൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അന്റോണിയോ ഹൊസേഗോറോ ആണ് കേട്ടോ. ഹൊസേഗോറോ ആണ്. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന മെഗാ ഡാം പദ്ധതിയാണ് സാവൽകോട്ട് മെഗാ ഡാം.
ജമ്മു കാശ്മീരിൽ ചെനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന മെഗാ ഡാം പദ്ധതി ഏതായിരുന്നു? സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി. സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി. അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യമാണ് UAE കേട്ടോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പഠിച്ചു വെക്കണേ. എന്താണ്? വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കർശന നിരോധനം ഏർപ്പെടുത്തിയ ഗൾഫ് രാജ്യം UAE ആണ്. നിലവിലുള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി റെയിൽവേ പുതുതായി പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ 1 കേട്ടോ. അപ്പൊ ഇനി നിങ്ങളൊക്കെ ട്രെയിനിൽ എന്താണ് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പം റെയിൽ 1 എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഉപകാരപ്പെടും. അപ്പൊ റെയിൽ 1 പഠിച്ചു വെക്കുക. ഇപ്പൊ തന്നെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, പ്ലേ സ്റ്റോർ കയറിയിട്ട് റെയിൽ 1 ആപ്ലിക്കേഷൻ കേട്ടോ. പഠിച്ചു വെക്കണേ. ഒന്നുകൂടെ പറയാം. നിലവിലുള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി റെയിൽവേ പുതുതായി പുറത്തിറക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് റെയിൽ 1. സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നമ്മുടെ കേരളം കേട്ടോ. അപ്പൊ സംസ്ഥാന സർക്കാർ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് കേട്ടോ. പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കേരളം ആപ്പ് കേട്ടോ. നമ്മുടെ കേരളം ആപ്ലിക്കേഷൻ. കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഗ്ലോബൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മട്ടന്നൂരാണ് കേട്ടോ. കിൻഫ്രയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? മട്ടന്നൂരാണ്. കേരളത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ സംസ്ഥാനത്ത് ആദ്യമായി എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ജില്ലയാണ് ആലപ്പുഴ ജില്ല കേട്ടോ. അപ്പോൾ ആലപ്പുഴ ജില്ലയാണ് SIR പരിഷ്കരണത്തിലെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ആദ്യ ജില്ല ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായം പദ്ധതിയാണ് രക്ഷാ കവചം കേട്ടോ. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം വരുന്ന തൊഴിലാളികൾക്കായിട്ടുള്ള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായം പദ്ധതിയാണ് രക്ഷാ കവചം. കുട്ടികൾക്കിടയിലെ ഡിജിറ്റൽ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച 5 അംഗ സമിതിയുടെ അധ്യക്ഷയാണ് ഡോക്ടർ കെ വാസുകി ആണ് കേട്ടോ. ഡോക്ടർ കെ വാസുകിയാണ്. ഈ വാസുകിയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, നിലവിലെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കൂടിയാണ് ഡോക്ടർ കെ വാസുകി കേട്ടോ. കേരള സവാരി ഗുഡ്വിൽ അംബാസിഡർ നമ്മുടെ ക്രിക്കറ്റ് താരമായിട്ടുള്ള മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ ആണ്. കേരള സവാരി ഗുഡ്വിൽ അംബാസിഡർ സഞ്ജു സാംസൺ ആണ്. തൊഴിൽ നൈപുണ്യ വികസനത്തിനും സുരക്ഷിതമായ വിദേശ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള കേരള സർക്കാർ സിസ്റ്റർ സ്റ്റേറ്റ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ തീരുമാനിച്ച ജർമ്മൻ സംസ്ഥാനമാണ് ഹെസ്സെ കേട്ടോ. ഹെസ്സെ. അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു നോക്കണേ. തൊഴിൽ നൈപുണ്യ വികസനത്തിനും സുരക്ഷിതമായ വിദേശ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള കേരള സർക്കാർ സിസ്റ്റർ സ്റ്റേറ്റ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ തീരുമാനിച്ച ജർമ്മനിലെ സംസ്ഥാനമാണ് ഹെസ്സെ കേട്ടോ. ഹെസ്സെ. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ലഖ്പതി ബേട്ടിയ യോജന ആരംഭിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം, സംസ്ഥാനമോ കേന്ദ്രഭരണ പ്രദേശവുമാണ് ഡൽഹി കേട്ടോ. ഡൽഹി. പഠിച്ചു നോക്കണേ. അപ്പൊ എന്താണ്? പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും സാമ്പത്തിക സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ലഖ്പത് ബേട്ടിയ യോജന ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. സഹകരണ ബാങ്കിംഗ് മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി ചെങ്ങായി എന്ന പേരിൽ നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത ഫ്രണ്ട് ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്കാണ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് കേട്ടോ. അപ്പൊ നമ്മുടെ ഇനി മുതൽ എന്താണ്? കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ എന്താണ്? ഫ്രണ്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്? ചെങ്ങായി എന്ന പേരിൽ കേട്ടോ. ചെങ്ങായി എന്ന പേരിൽ AI അധിഷ്ഠിത ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉള്ള ബാങ്കായിരിക്കും കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഏറ്റവും വലിയ ഭിന്നശേഷി ഗ്രാമം നിലവിൽ വരുന്നത് ആദവനാടാണ് കേട്ടോ. ആദവനാട് അഥവാ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ വില്ലേജ് എന്നറിയപ്പെടുന്ന ആദവനാടാണ് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. ഏറ്റവും വലിയ ഭിന്നശേഷി ഗ്രാമം അഥവാ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ആദവനാട്. അടുത്ത പോയിന്റ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഡിജിറ്റൽ അറസ്റ്റുകൾക്കും എതിരെ ജനങ്ങളെ ബോധവൽക്കരിപ്പിക്കുന്നതിനായി മെറ്റ ആരംഭിച്ച പ്രചരണ പദ്ധതിയാണ് സ്കാം സേ ബച്ചോ കേട്ടോ. സ്കാം സേ ബച്ചോ. പഠിച്ചു നോക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കും. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ഡിജിറ്റൽ അറസ്റ്റുകൾക്കും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി മെറ്റ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സ്കാം സേ ബച്ചോ.
ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയമായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന മ്യൂസിയമാണ് നിള ഹെറിറ്റേജ് മ്യൂസിയം പൊന്നാനി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ഇനി വരുന്ന പരീക്ഷകൾ 1 മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിതി സൗഹൃദ മ്യൂസിയമായി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന മ്യൂസിയം ഏതാണ്? നിള ഹെറിറ്റേജ് മ്യൂസിയം പൊന്നാനി. ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെട്ടവരുടെ സമഗ്ര പുനരധിവാസം പോയിന്റ് അല്ലേ, മാറിയതാണേ. അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. 2026 ഫെബ്രുവരിയിൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായി മാറിയതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, നമ്മുടെ SBI ആണ്. 2026 ഫെബ്രുവരിയിൽ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായി മാറിയത് ഏത് കമ്പനിയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്, SBI ആണ്. ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറിയ ഇന്ത്യക്കാരി ആരാണ്? ജ്യോതി ശർമ്മയാണ് കേട്ടോ. ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറിയ ഇന്ത്യക്കാരിയാണ് ആരാണ്? ജ്യോതി ശർമ്മയാണ്. അപ്പോൾ ഉഹുരു കൊടുമുടി എവിടെയാണ്? ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായിട്ടുള്ള മൗണ്ട് കിളിമഞ്ചാരോയിലെ ഒരു കൊടുമുടിയാണ് ഉഹുരു കേട്ടോ. അപ്പൊ ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായിട്ടുള്ള മൗണ്ട് കിളിമഞ്ചാരോയിലെ ഒരു കൊടുമുടിയാണ് ഉഹുരു കൊടുമുടി. ആ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ അടുത്തിടെ കയറിയ ഇന്ത്യക്കാരിയാണ് ജ്യോതി ശർമ്മ. കേരളത്തിലെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരാണ് കേട്ടോ. അപ്പം എന്താണ് പറഞ്ഞത്? കേരളത്തിലെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരമാണ് സേവാ തീർത്ത്. ഭൗതികപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യ പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഭൗതികപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക പാഠ്യ പദ്ധതി പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി സമഗ്ര ഗ്രഫീൻ നയത്തിന് അംഗീകാരം നൽകിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നദിക്കടിയിലൂടെയുള്ള റോഡ് റെയിൽ തുരങ്കപാത നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ നദി ബ്രഹ്മപുത്രയാണ്. ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ നദിക്കടിയിലുള്ള റോഡ് റെയിൽ തുരങ്കപാത നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ നദിയാണ് ബ്രഹ്മപുത്രയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ തപാൽ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച കലാരൂപമാണ് പാവക്കഥ കളി. അപ്പൊ ഇന്ത്യൻ തപാൽ വകുപ്പ് അടുത്തിടെ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച കലാരൂപമാണ് പാവക്കഥ കളി. ഇന്ത്യയിൽ ആദ്യമായി നഗര നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി നഗര നയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം ബ്രഹ്മയുഗമാണ്. നമ്മുടെ മമ്മൂട്ടി നായകനായിട്ടുള്ള ബ്രഹ്മയുഗമാണ്. സംവിധാനമാരാണ്? രാഹുൽ സദാശിവനാണ് ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ. അടുത്ത പോയിന്റ്, സംസ്ഥാനത്തെ വ്യവസായ മേഖലയിലെ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ വിഷൻ 0 ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ സേഫ് പദ്ധതി. സംസ്ഥാനത്തെ വ്യവസായ മേഖലയിലെ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വിഷൻ 0 ലക്ഷ്യം കൈവരിക്കാൻ തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ സേഫ് പദ്ധതിയാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 2026 ഫെബ്രുവരി മാസത്തെ ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് 1 ക്ലാസ്. ഇപ്പൊ തന്നെ ഒരു 30 മിനിറ്റിനധികമായി. അപ്പൊ സെക്കൻഡ് പാർട്ട് ക്ലാസ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ക്രാഷ് കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീസ് 600 രൂപയാണ്. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു റെസ്പോൺസ് അറിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ ക്ലാസ്സുകൾ, പുതിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്കായിട്ടും അതുപോലെ പുതിയ മറ്റ് ക്ലാസ്സുകൾക്കായിട്ടും ഒക്കെ ചാനൽ മാക്സിമം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ടും ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.